ഇറാനെ തകർക്കാൻ വേണ്ടി എല്ലാ തരത്തിലും നെറികെട്ട കളികൾ കളിക്കുന്ന ഇസ്രായേലിനെ പത്തിമടക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ കാര്യക്ഷമത നിലനിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുദ്ധത്തിന് വേണ്ടി മാത്രം അധികാരത്തിലിരിക്കുന്ന ഒരു നേതാവ്, ആ നേതാവ് പറയുകയാണ് ഇനി ഇസ്രായേൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. കാരണം യുദ്ധം അടിയന്തരമായി നിർത്തുകയോ അതല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറ്റുകയോ ചെയ്യണം. ബെഞ്ചമിൻ നെതന്യാഹു എന്ന നേതാവ് പലസ്തീനോട് കാണിക്കുന്ന തെമ്മാടിത്തരം അതേ അളവുകോലിൽ ഇറാനോട് കാണിച്ചാൽ ഇറാൻ വിരളുമെന്ന് കരുതി. ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചാൽ ഇറാൻ ചുരുണ്ടുകൂടുമെന്നും അവിടെ ഭരണമാറ്റം ഉണ്ടാകുമെന്നും വിചാരിച്ചു. അമേരിക്കയുടെ സാങ്കേതിക സഹായങ്ങളെല്ലാം ഇസ്രായേൽ ഓരോ ദിവസം വാങ്ങിയെടുക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഇസ്രായേലി നഗരങ്ങൾ വെന്ത് ചാരമാവുകയാണ്. വളരെ വിസ്തീർണം കുറഞ്ഞ ഒരു പ്രദേശമാണ് ഇസ്രായേൽ. അതിനെ ഒരു രാജ്യം എന്നൊക്കെ വിളിക്കാമോ എന്നതുപോലും വലിയ സംശയമാണ്. പലരും അതിനെ രാജ്യമായി ഉൾക്കൊള്ളുന്നുവെങ്കിലും ഇറാൻ പരിപൂർണമായി പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ എന്നത് കുടിയേറ്റം നടത്തി അനധികൃതമായി കടന്നുകൂടിയവരുടെ മണ്ണാണ്. അവിടെ നിന്നും അടിച്ചോടിക്കാൻ ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ ഭരണമാറ്റം കൊണ്ടുവരാനൊന്നും നിങ്ങളായിട്ടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ. ഇറാൻ ആണവായുധം പരിപൂർണമായി വികസിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന വെല്ലുവിളി നിറഞ്ഞ പ്രസംഗം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മുജ്തബ ഖമനേയി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ആണവായുധങ്ങളുടെ ഒരു വലിയ ശേഖരണം ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം 2030 സമ്പൂർണ്ണമായി ന്യൂക്ലിയർ വിക്ഷേപണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഇറാന് ഇനി റഷ്യയുടെയും ചൈനയുടെയും അതുപോലെ തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ കരുത്ത്, അവരുടെ ഇപ്പോൾ കൊടുക്കുന്ന ഐക്യദാർഢ്യം, അത് ഇറാന് നൽകുന്ന ശക്തി ചെറുതൊന്നുമല്ലാത്തതാണ്. ഇസ്രായേൽ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക അരാജകത്വം ഇസ്രായേലിനെ വരിഞ്ഞു മുറുകുകയാണ്. ജനലക്ഷങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. കാരണം ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരുമൊക്കെ തക്കം പാർത്തിരിക്കുകയാണ്. ഫോർമൂസ് കടലെടുക്ക് അങ്ങനെ തന്നെ അശാന്തിയുടെ ഒരു നേർത്തരേഖയായി നിൽക്കുകയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായിട്ടെങ്കിലും ജയം അവരോടൊപ്പം തന്നെ എന്ന് പറയാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.